ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരുപാട് സന്തോഷവും പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സെപ്റ്റംബർ 9 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലേണേഴ്സ് ടെസ്റ്റ് ആയിരുന്നു 2 പേർക്കും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റിട്ട് വീട്ടിലൊന്നും വിളിച്ചിട്ടില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി. ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. മീൻസ് ആ പ്ലേസിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. പാസ്സായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേടിച്ചു, കാരണം നൈറ്റൊക്കെ ആയത് അതെ നൈറ്റ് ആയത് കാരണം ഒന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് കാരണം നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പാസ്സായി. അപ്പോൾ വഴിയെ ഓരോരോ ചെറിയ കുഞ്ഞു സർപ്രൈസുകളുണ്ട്. അത് പുറകെ പറയാം. എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അതിൻ്റേതായ എല്ലാ ടെൻഷനും പളക്കവും എല്ലാം ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ട് ഗായ്സ്, ഞങ്ങളുടെ സ്വന്തം രഞ്ജിത്തേട്ടൻ ആൻഡ് ഇക്കൂസ്. ഞങ്ങൾ ഒരു ഇതാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല്. ഞങ്ങളപ്പോൾ പോവുകയാണ് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അടുത്ത സർപ്രൈസ് എന്താണെന്ന്. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് സർപ്രൈസ് അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ വണ്ടി, അവർ ഫസ്റ്റ് കാർ. ഒരുപാട് പ്രൗഡ് തോന്നുന്നു. കാരണം ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം അന്ന് തന്നെ ഞങ്ങൾ ഫസ്റ്റ് കാർ എടുക്കാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. യാരിസ് ക്രോസിൻ്റെ റെഡാണ്, 25 മോഡൽ. ആൻഡ് ഭയങ്കര വലിയൊരു കോയിൻസിഡൻസ് ഉണ്ട്. ഈ നമ്പർ പ്ലേറ്റ് കണ്ടോ, 1477 1477. അത് ആക്ച്വലി എൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. 1477 1977 മാർച്ച് 14 ജനിച്ചത്. അത് ഭയങ്കര കോയിൻസിഡൻസാണ്. നമുക്കത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു നമ്പർ പ്ലേറ്റ് അല്ലായിരുന്നു, കിട്ടിയ നമ്പറായിരുന്നു. അപ്പോൾ അവയ്ക്ക് എന്തെങ്കിലും ഒരു 7 കണ്ടാൽ മതി എവിടെയെങ്കിലും. ആസ് എ റൊണാൾഡോ ഫാൻ എവിടെയെങ്കിലും ഒരു 7 കണ്ടാൽ അവൻ ഹാപ്പി. അപ്പം ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ദിവസവും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സും ആൻഡ് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയും. സന്തോഷം കൊണ്ട് സങ്കടം വരും. സോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ടു us. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. കൊള്ളാം. ഇനി ഇത് ഓടിക്കാൻ പഠിക്കണം ഗൈസ്, എനിക്കറിയത്തില്ല. ഞാനെൻ്റെ ലേണേഴ്സ് പാസ്സായതേ ഉള്ളൂ. ഇനി ഓടിക്കാൻ പഠിക്കണം. ഇനി ഇരിക്കുമ്പോൾ ഒരു സുഖം, ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ. എന്തായാലും ഇനി ഇങ്ങോട്ട് ഹോട്ട് സീറ്റിലൊക്കെ നമുക്ക് പറയുന്നത് ക്ഷണിക്കാം. സോ ഭയങ്കര സന്തോഷം. സോ ഫസ്റ്റ് ഡ്രൈവ്. നേരെ ഇനി പെട്രോൾ പമ്പിലേക്ക് പോവാം, പെട്രോൾ അടിക്കാം. എണ്ണ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമൊക്കെ അടുത്ത സമയത്ത് ഞാൻ ആദ്യം ഇവനോട് പറഞ്ഞത്, നീ ആദ്യം ഡ്രൈവിങ് പഠിക്കണം. എനിക്കും പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ആദ്യം നീ വേഗം പഠിച്ചോണം, ഇവിടെ വന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാനുള്ള. ഞാൻ മുമ്പ് 2 വീലറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ ആദ്യം പിന്നെ 4 വീലർ പഠിച്ചു, ലൈസൻസ് എടുത്തു. ന്യൂ ഡ്രൈവറാണ് ഇവൻ ആക്ച്വലി. എന്ത് തോന്നുന്നു ഭാവി? ഇവളാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ഞാൻ 2 വീലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളുടെ ഒറ്റ വാശിയിലാണ് ഞാൻ 4 വീലർ ലൈസൻസ് എടുത്തത്. കാരണം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ വണ്ടിയില്ലാണ്ട് പറ്റില്ല. നമുക്ക് എല്ലായിടത്തും ഒക്കെ എങ്ങനെ ബസ്സിലൊക്കെ പോയി വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം വണ്ടി യൂസ്ഡ് കാർ എടുക്കണോ അല്ലെങ്കിൽ പുതിയ കാർ എടുക്കണോ അങ്ങനെ ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഞങ്ങളെന്നാൽ പുതിയ കാർ തന്നെ എടുക്കാൻ തീരുമാനിച്ചു. സന്തോഷം, ഭയങ്കര സന്തോഷം. എന്നാലും അത് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അന്ന് തന്നെ എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. വളരെ അടിപൊളിയായിട്ടുള്ള ഡേറ്റാണ് സെപ്റ്റംബർ 9 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ. അതെ, കാരണം ഞങ്ങൾ സെപ്റ്റംബർ 9 അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ്. ഇതിന് വേണ്ടി
വേണ്ടിയിട്ട് അല്ലെങ്കിൽ 9-ന് വേണ്ടിയിട്ട് ഇന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല 9-ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പറ്റും. കാരണം ഒരു വണ്ടി എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഞങ്ങൾ രണ്ടുപേരും മിഡിൽ ക്ലാസ് ഫാമിലി, ഞങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ട് ഡ്രീം അത്രയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇപ്പോഴൊരു അത്ഭുതമാണ്. ഒന്ന് ഇതെന്നെ കൊണ്ട് സാധിക്കുമോ, അതൊക്കെ ഓർത്തിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇപ്പം അതും ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കിയാണ് ഇവിടെ വന്നതും. പക്ഷേ ഇവരുടെ പലിശയും മാസാടവൊക്കെ കൂടുതൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കാണ്. അതുകൊണ്ട് പിന്നെ ഫ്രണ്ട്സും നമ്മുടെ ഇവിടെയുള്ള ചേട്ടന്മാരുടെയും എല്ലാവരുടെയും ഉപദേശം ഉൾക്കൊണ്ട് ഞങ്ങൾ ഓക്കെ എന്നാൽ പുതിയ വണ്ടി തന്നെ നമുക്ക് നോക്കാം എന്നിട്ട് പുതിയ വണ്ടി എടുത്തു. പെട്രോൾ അടിക്കുകയാണ് ഗൈസ്. നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ നമ്മൾ തന്നെ അടിക്കണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്. രവി സാർ ഭയങ്കരമായ ആളുങ്ക പ്രീമിയം പെട്രോൾ അടിക്കത്തുള്ളൂ. എത്ര നാളും ഉണ്ടാവോ എന്തേലോ. ഇത് നമ്മുടെ രഞ്ജിത്തേട്ടൻ, സ്വന്തം രഞ്ജിത്തേട്ടൻ നമ്മുടെ എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ കാണും. ഞങ്ങളുടെ എല്ലാ ഫസ്റ്റ് ഡിസിഷൻസിലും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ചേട്ടൻ്റെ വക ഉണ്ടാവും. നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യണം. സന്തോഷത്തിലൊരു ബിയർ എടുത്താലോ? അപ്പം നമുക്ക് അടുത്തത് മദ്യത്തിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ആൻഡ് ആദ്യം തന്നെ ഇതൊരു മദ്യം പ്രൊമോട്ടിങ് വീഡിയോ അല്ല ഗൈസ്, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ചെറിയൊരു ബിയർ എടുത്തിട്ട് വരാം. പാവ അച്ഛനെ ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങൾ വെഞ്ചരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സഹകരണത്തിന് അച്ഛനും ഒരുപാട് നന്ദി അവസരത്തിൽ അർപ്പിക്കുകയാണ് ഗൈസ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടീസ്, ഞങ്ങൾ സർപ്രൈസ്ഡായി പോയ നിമിഷമായിരുന്നു ഇത്. ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വന്ന ആ ദിവസം തന്നെ അതേ സമയത്ത് വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും പാരൻസ് ഒരുമിച്ച് നിന്ന് കേക്ക് കട്ട് ചെയ്ത വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറി അവരാണ് ശരിക്കും ആഘോഷിച്ചത്. സോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, ശരിക്കും മിസ്സ് ചെയ്തു. സോ എല്ലാത്തിലും കൂടെ നിൽക്കുന്ന അവരാണ് ഞങ്ങളുടെ ഹീറോ. താങ്ക് യു.